ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ LTV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ നിരഞ്ജന അജയ് ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അപർണ പറഞ്ഞ കാര്യങ്ങളെ പറ്റി ഇങ്ങനെ പറഞ്ഞു. നീ എന്തിനീ ആവശ്യമില്ലാതെ കാടുകയറിയൊക്കെ ചിന്തിക്കുന്നതെന്ന് ചോദിച്ച് ഭർത്താവ് ഭാര്യയെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുക. അപർണയുടെ ആ ഒരു ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള വിവേചന ബുദ്ധി നിലനിൽക്കില്ലേന്ന് ചോദിക്കുമ്പോൾ, വിവേക ബുദ്ധി എനിക്ക് ഉണ്ടായിരുന്നെങ്കിലേ ഞാൻ ഈ സാഹസത്തിന് പോകില്ലായിരുന്നു എന്ന് നിരഞ്ജന ഇവനോട് പറയുക. അവനാണെങ്കിൽ ഉരുകി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അജയ് എന്തെങ്കിലും ഹൈഡ് ചെയ്യാൻ എൻ്റെ മുന്നിൽ നിന്ന് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് വെറും പാഴ്ശ്രമം മാത്രമാണെന്നും ഒന്നും മനസ്സിലാവാതെ ഒരു പുരുഷന്റെ മുഖത്ത് നോക്കി ഒരു പെണ്ണും ഇത് പറയില്ല എന്ന് നിരഞ്ജന പറഞ്ഞു. അവൾ ആദ്യം ചോദിച്ചത്, നീ കേട്ടതല്ലേ, നമ്മൾ തമ്മിൽ പിണക്കത്തിലാണോ എന്ന്. അപ്പോൾ അവളുടെ മനസ്സിലിരിപ്പ് എന്താ? നമ്മൾ ഒരിക്കലും സ്നേഹത്തോടെ ജീവിച്ചു പോകുന്നത് അപർണയ്ക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്ന് നിനക്ക് ഇതോടുകൂടി മനസ്സിലായില്ലേ എന്ന് അജയ് ചോദിക്കുക. നിന്റെ സ്വഭാവം മനസ്സിലാക്കി നമുക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അവളിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് അറിഞ്ഞിട്ടും സ്വത്തിന്റെ വിഷയം വന്നപ്പോൾ അജയ് എന്തിനാ അപർണയെ കൂട്ടുപിടിച്ചത്? അതാ എനിക്ക് അറിയാൻ പാടില്ലാത്തതെന്ന് നിരഞ്ജന മറു ചോദ്യം ചോദിച്ചു. രാത്രി അവളുടെ മുറിയിലേക്ക് കയറി ചെന്ന ആളല്ലേ അജയ്, അതെന്തിനാണെന്ന് ചോദിച്ചു. ഇപ്പൊ അപർണ മോശക്കാരിയായി നിങ്ങൾക്കല്ലേ? തരാതരം പോലെ വാക്കുകൾ മാറ്റി പറയുന്നതേ നല്ല വ്യക്തിത്വം അല്ലെന്നുള്ള കാര്യവും ഇവന്റെ മുഖത്ത് നോക്കി പറയുമ്പോൾ, നമ്മൾ തമ്മിലുള്ള ബന്ധം മറന്ന് നീ സംസാരിക്കരുതെന്ന് അജയ്. പ്രണയവും ജീവിതവും രണ്ടാണെന്ന് ഉപദേശിച്ച് തന്നവരുണ്ട് അന്ന്, പക്ഷേ അതൊന്നും അന്ന് ചെവിയിലെ കയറിയില്ല. പ്രണയിക്കുമ്പോഴേ ഒരാളുടെ ഏറ്റവും നല്ല മുഖം മാത്രമേ പുറത്തു വരികയുള്ളൂ. കൂടെ ജീവിച്ച് തുടങ്ങുമ്പോഴാ അതൊരു മുഖപടം മാത്രമാണെന്ന് തിരിച്ചറിയുന്നതെന്ന കാര്യവും ഈ പുള്ളിക്കാരി അങ്ങ് പറഞ്ഞങ്ങ് വെച്ചു. ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ എന്ത് ഇവിടെ ഉണ്ടായെന്ന് അജയ് ചോദിക്കുമ്പം, എന്താ ഉണ്ടായതെന്നൊന്നും എനിക്കറിയില്ല. ഒരിക്കൽ കൂടി അജയോട് ഞാൻ പറയുകയാണ്, ദേ, എന്നെ സ്നേഹിക്കുന്നതും വെറുക്കുന്നതും അന്ധമായിട്ടായിരിക്കും. ഇറങ്ങി വരവ് പോലെ തന്നെയാണ് അവളുടെ തിരിച്ചു പോക്കും. അത് മറക്കരുതെന്നും പറഞ്ഞ് നമ്മുടെ നിരഞ്ജന അവിടെ നിന്ന് പോയി. ഇവൻ ചൂളി ഇങ്ങനെ നിൽക്കുക. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അഭി ഡോക്ടറെ കണ്ട് സംസാരിക്കുക. അപ്പോൾ വിവരങ്ങളും കാര്യങ്ങളൊന്നും ഡോക്ടർ പറഞ്ഞില്ല. അച്ഛൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ എങ്ങനെയുണ്ടെന്ന് ഡോക്ടർക്ക് തോന്നുന്നേ എന്നിങ്ങനെ നമ്മുടെ അഭി ചോദിക്കുമ്പം, പുതുതായി എനിക്കൊന്നും പറയാനില്ല അഭി എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പറയുമ്പോൾ നിരഞ്ജന മേളിൽ നിന്ന് കേൾക്കുക കേട്ടോ. അദ്ദേഹത്തിന് കേരളത്തിന് പുറത്തേക്കോ വിദേശത്തേക്കോ കൊണ്ടുപോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് ഡോക്ടർ ഇങ്ങനെ പറയണു. അപ്പോൾ ഇതെല്ലാം ഇവർ പറഞ്ഞു പറയിപ്പിക്കുന്നു. അപ്പോഴത്തേക്ക് അപർണയും വന്നു. അപർണയ്ക്ക് ഇത് കേൾക്കാനുള്ള ക്യൂരിയോസിറ്റി കൂടുതലായതുകൊണ്ട് വന്ന് ഒളിച്ചു നിൽക്കുക. അപ്പോൾ അമലി ചോദിച്ചു, ട്രീറ്റ്മെൻറ്റ് കൊണ്ട് അച്ഛനൊരു മാറ്റവും വരില്ലെന്നാണോ ഡോക്ടർ പറയുന്നതെന്ന് ചോദിക്കുമ്പം, അങ്ങനെയല്ല, അദ്ദേഹം ഇപ്പോൾ കഴിക്കുന്ന മെഡിസിൻ കണ്ടിന്യൂ ചെയ്താൽ മാത്രം മതിയെന്നും അദ്ദേഹം എഴുന്നേൽക്കാനുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യം ഇനി ഇല്ല എന്നുള്ള കാര്യമൊക്കെ ഡോക്ടർ പറയുക. നോക്കഭി, ദേ, എനിക്കായിട്ട് ഇനി ഒന്നും ചെയ്യാനില്ല, എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ എന്ന് അദ്ദേഹം പറയുമ്പം, ഡോക്ടർ അച്ഛനൊന്ന് ചെക്ക് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ, ശരി, ഓക്കെ എന്നും പറഞ്ഞ് ഡോക്ടർ അങ്ങ് പോണു. അഭി അദ്ദേഹത്തെ യാത്രയാക്കാനും പോകുന്നു. ഇത് കേട്ട് ജാനകി അവിടെ നിന്ന് കരയും അമലിൻ്റെ മുന്നിൽ നിന്നും. ഈ സമയത്ത് അപർണ അമേരിക്കയിലെ പേര് കേട്ട് ഏതോ ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞിട്ട് പോയത് നിരഞ്ജന കേട്ടില്ലേ എന്ന് നിരഞ്ജനോട് അപർണ ചോദിക്കുക. എന്നിട്ടിപ്പോൾ ഒരു മണ്ടം പറയുന്നു അച്ഛൻ കുറേ കാലം കൂടി ഉണ്ടാകുമെന്ന്. തന്ത എവിടെയെങ്കിലും കൊണ്ടുപോയി ചികിത്സിപ്പിച്ച് നടത്തി കളയാമെന്ന് അഭിയുടെ ആഗ്രഹം അതങ്ങ് തീർന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇവള് കളിയാക്കുവാണേ. നിരഞ്ജന ഒന്നും മിണ്ടുന്നില്ല. അത്രയും പറഞ്ഞ് പുച്ഛവും പരിഹാസവും കാണിച്ചിട്ട് അപർണ അങ്ങ് കയറിപ്പോയി. ഡോക്ടർ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അഭി ഇങ്ങനെ അവിടെ നിൽക്കുന്നു. ജാനകി അഭിയുടെ അരികിലേക്ക് ഇറങ്ങി വന്നു. അമേരിക്കയിൽ നിന്ന് വന്ന ഡോക്ടറാണെന്നല്ലേ പറഞ്ഞത്? അച്ഛൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഒരു സാധ്യതയും കാണുന്നില്ലെന്ന് ജാനകി ചോദിക്കുക. പെട്ടെന്ന് അമലും ഇറങ്ങി വന്നു കേട്ടോ. അപ്പോൾ ഡോക്ടറുകൾ പറഞ്ഞു, നീ കേട്ടതല്ലേ, ഇപ്പോൾ ഉള്ള ട്രീറ്റ്മെൻറ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യാനല്ലേ അദ്ദേഹം പറഞ്ഞതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അജയും അങ്ങോട്ടേക്ക് വന്നു. അദ്ദേഹം പറഞ്ഞത് സത്യമാണ്, നമ്മളത് അംഗീകരിക്കണമെന്ന് പറയുമ്പം, ആ ഡോക്ടർ പോയല്ലേ എന്ന് ചോദിച്ചാൽ അജയ് വന്നത്. പോയെന്ന് പറഞ്ഞു. അച്ഛൻ്റെ കാര്യത്തിൽ ഇനി എന്താ പ്രതീക്ഷയുള്ളത്? അല്ല, പിന്നെ ഒരു സമാധാനത്തിന് ആരെങ്കിലൊക്കെ വിളിച്ച് കാണിക്കാമെന്ന് മാത്രം. നാട്ടുകാരെയൊക്കെ ബോധ്യപ്പെടുത്തണമല്ലോ, അതിന് വേണ്ടിയിട്ട് മാത്രമെന്ന് പറഞ്ഞു ഇവനിങ്ങനെ ഇവരെ ഒരുമാതിരി ആക്കി സംസാരിക്കാം. അല്ല, നീ പോയിട്ട് എന്തായി എന്ന് ചോദിച്ചു അഭി. ഇനി എന്തെങ്കിലും ആകണമെങ്കിൽ പണം വേണം. അച്ഛൻ്റെ മരണത്തിന് ഇനി കാലതാമസം ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. മരണം കഴിഞ്ഞാൽ ഉടനെ മൂന്നാറിലെ പ്രോപ്പർട്ടി വിൽക്കണമെന്നാണ് അജയ് ഇവരോട് പറഞ്ഞത്. യാതൊരു കൂസലും ഇല്ലാതെയാ പറയുന്നത്. എന്താണ് അജയ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് അഭി ചോദിച്ചു. ഞാനൊന്ന് രക്ഷപ്പെട്ട് പൊക്കോട്ടെ, അഭിയേട്ടൻ അതിന് എതിർപ്പൊന്നും പറയാനായിട്ട് നിൽക്കണ്ടെന്ന് പറയുമ്പോൾ, ഞങ്ങൾ എന്തിനു എതിർപ്പ് പറയുന്നതെന്ന് ജാനകി ഇവനോട് ചോദിച്ചു. നിങ്ങൾ തീരുമാനിക്കുന്നത് തന്നെ നടക്കട്ടെ എന്നും ജാനകി പറയുക. അച്ഛൻ്റെ കാലശേഷം അതിനെപ്പറ്റിയൊക്കെ ചിന്തിച്ചാൽ പോരെന്ന് ചോദിക്കുമ്പം, ഇപ്പോഴേ ചിന്തിച്ചാലേ പ്രോപ്പർട്ടി വാങ്ങാൻ ആളെ കിട്ടുള്ളൂ എന്ന് അജയ് പറയുമ്പോൾ, നീ ആളെ കണ്ടെത്തി വെക്കാൻ പറഞ്ഞു. അന്ന് ഇവിടെ ഒരു സ്ത്രീ വന്നിരുന്നില്ലേ? കൂടി ആലോചനകളൊക്കെ അമലും അമൃതയായിട്ടും മതി, എന്നെ അതിനൊന്ന് വിളിച്ചേക്കരുതെന്ന് പറഞ്ഞു. അതിൽ എനിക്കും ഒരവകാശം
പറഞ്ഞിട്ടുണ്ട്, അതിൽ ഞാൻ ഒപ്പുവെച്ച് തരും, അത്രേ ഉള്ളൂ എന്ന് അഭി ഇങ്ങനെ അജയോട് പറയാം. അജയേട്ടന് അച്ഛൻ്റെ മരണം വരെ കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല, അച്ഛൻ ഇനിയും കുറേ കാലം ജീവിച്ചാലോ എന്ന് അമൽ ചോദിച്ചു. അപ്പം അജയ് ഇങ്ങനെ നോക്കുക അമലിനെ. അജയേട്ടന് വേണ്ടുന്ന തുക അച്ഛന് തരാൻ സമ്മതമാണ്. പിന്നെ അജയേട്ടൻ ചെയ്യാൻ പോകുന്ന ബിസിനസ് എന്താണെന്ന് ഞങ്ങൾക്ക് കൂടി ഒന്ന് അറിയണമെന്നുള്ള കാര്യം അമൽ പറഞ്ഞു. അപ്പോൾ ഇവൻ വല്ലാണ്ടായിട്ട് നിൽക്കുക. പിന്നെ അജയേട്ടൻ്റെ ബിസിനസ് പാർട്ട്ണറെയും ഞങ്ങൾക്ക് കാണണമെന്നും അമൽ ഇവനോട് പറഞ്ഞു കേട്ടോ. അതിന് സമ്മതമാണെങ്കിൽ അജയേട്ടന് സമ്മതമായ തുക അത് അക്കൗണ്ടിൽ വരുമെന്നുള്ള കാര്യവും പറഞ്ഞ് അമൽ ഇവനെ നിർത്തും. അപ്പോഴേക്കും നമ്മുടെ ജാനകി പറഞ്ഞു, നീ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറയാ അജയ്, അങ്ങനെയാണെങ്കിൽ ഈ വീട്ടിലുള്ള എല്ലാവർക്കും സമാധാനമാകുമെന്ന്. ഈ വീട്ടിലെ പഴയ അന്തരീക്ഷം തിരിച്ചു കിട്ടി എന്നൊരു വിശ്വാസത്തോടെ എങ്കിലും അച്ഛൻ ബാക്കിയുള്ള കാലം ജീവിക്കട്ടെ, എല്ലാവരും ഒരു ഇതായിട്ട് നിൽക്കണമെന്ന് ഈ അഭി പറയുമ്പോഴുണ്ടല്ലോ, പൊട്ടിയ ചരട് ഏച്ച് കെട്ടിയാലൊന്നും അതിൻ്റെ ഭംഗി വരത്തില്ല എന്ന് അജയ് ഇവരോട് പറയുക. അങ്ങനെ അതും പറഞ്ഞ് ഇവൻ്റെ ഭാഗം ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ തന്നെയാ ഈ വീടിൻ്റെ താളം തെറ്റിച്ച് കളഞ്ഞവനെന്നും അഭിയേട്ടൻ ആരാണെന്നുള്ള തിരിച്ചറിവ് ഇവിടെ ആരെയും ബാധിക്കുന്ന ഒരു വിഷയമായിരുന്നില്ല എന്നും, പിന്നെ അച്ഛൻ്റെ മകൻ അച്ഛൻ്റെ മറ്റു മക്കൾക്ക് ഏട്ടൻ തന്നെയാണ്, പക്ഷേ അച്ഛൻ കാണിച്ചത് ചെറ്റത്തരമായി പോയെന്ന് അജയ് ഇവരോട് 3 പേരോടുമായിട്ട് പറയും. ഇത് കേട്ടപ്പോൾ അമലിനെ ചൊറിഞ്ഞു വരുന്നുണ്ട്, പിടിച്ച് നിൽക്കുകയാണ് നമ്മുടെ അമൽ. അതിൻ്റെ ശിക്ഷ അതാണ് അച്ഛന് കിട്ടിയത്, ആ ശിക്ഷ എങ്ങനെയാണ് തീരുന്നത് അനുഭവിക്കണം. അപ്പോൾ അച്ഛൻ പണം തരാമെന്ന് പറഞ്ഞതിനോട് അജയേട്ടൻ യോജിക്കുന്നില്ലല്ലേ എന്ന് അമൽ ചോദിച്ചു. അപ്പം ഇല്ല എന്നും പറഞ്ഞുകൊണ്ടൊരു ഡയലോഗും കൂടി. ഇത് കേട്ടപ്പോൾ ഇവർ അന്തം വെട്ടി ഇവനെ നോക്കിക്കൊണ്ട് നിൽക്കും. അപ്പോൾ ഇവൻ്റെ മനസ്സിൻ്റെ ഒരു ദുഷ്ടതയൊക്കെ ഇവർ കാണുക കേട്ടോ. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി ആ പണം ദാനം പോലെ കൈപ്പറ്റാൻ എൻ്റെ അഭിമാനം എന്നെ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞു ഭയങ്കര ഡയലോഗ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു പുച്ഛിച്ചൊരു ചിരി അമൽ ഇവൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചത്. ഞാൻ എന്ത് ചെയ്യണമെന്ന് ആരെയും കൊണ്ട് നടന്ന് ബോധ്യപ്പെടുത്തേണ്ട കാര്യവും എനിക്കില്ല എന്നും അജയ് ഇവരോട് പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോയി. അത് പറഞ്ഞ് അജയ് അകത്തേക്ക് കയറിപ്പോയപ്പോൾ ഇവർ അജയുടെ ഈ ഒരു പ്രവൃത്തിയെപ്പറ്റി പറഞ്ഞു. അപ്പോൾ അയാളുടെ വിവരമില്ലായ്മയായിട്ട് ഇതിനെ കണ്ടാൽ മതിയെന്ന് അമൽ ഇവരോട് പറയുക, അതായത് ജാനകിയോടും അഭിയോടും. അതും പറഞ്ഞ് അമലും അകത്തേക്ക് കയറിപ്പോയി. അവരകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ ഇതോടെ ഉപദേശം നിർത്തി സ്വന്തം കാര്യം നോക്കുന്നതാണ് നല്ലതെന്ന് ജാനകി അഭിയോട് പറഞ്ഞു. അച്ഛൻ മരിച്ചവൻ ഷെയർ വാങ്ങിയത് തന്നെ അവനെ അച്ഛനെ അറിയൂ, സൂര്യനാരായണനെ അറിയില്ല എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ അഭി പറഞ്ഞു. അപ്പോൾ ജാനകി ഇങ്ങനെ നോക്കുക കേട്ടോ. അഭി ഒരു ചിരിയും ചിരിച്ചങ്ങ് പോയി. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സൂര്യ കേട്ടോ. സൂര്യ ഇങ്ങനെ അവിടെ കിടക്കുന്നു, അടിപൊളി ദേ വന്നിരിക്കുന്നു നമ്മുടെ തമ്പി അദ്ദേഹം. അതായത് ഇദ്ദേഹത്തെ കളിയാക്കാനും പുച്ഛിക്കാനും ഒക്കെ. എടാ സൂര്യനാരായണ നോക്കടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുഖത്ത് ഞൊട്ടിയൊക്കെ വിളിക്കുക. ഇവിടെയാടാ, അങ്ങോട്ട് നോക്കടാ ഇങ്ങോട്ട് നോക്കടാന്നൊക്കെ പറഞ്ഞ അതിന് ആ ഒരു കളിയാക്കൽ. എടാ തമ്പിയാടാ, വിശ്വനാഥൻ തമ്പി എന്നും പറഞ്ഞ് ഭയങ്കര ഡയലോഗും കാര്യങ്ങളുമായിട്ട് വന്നിരിക്കുക. അപ്പോഴേക്കും അപർണ ഓടിക്കതച്ച് അങ്ങോട്ടേക്ക് വന്നു. ഈ സമയത്ത് അയ്യോ എന്ന് പറഞ്ഞ് മൂക്കാകെ പേടിയായി. അപ്പോൾ ഹോസ്പിറ്റലിൽ വെച്ച് നീ എന്തൊക്കെയാണ് എന്നോട് പറഞ്ഞത്? തമ്പി അങ്ങ് ചാരമാക്കി ഫു എന്നും പറഞ്ഞു ഒരു ഊതി വിരൽ വിടുമെന്നല്ലേ നീ എന്നോട് പറഞ്ഞതെന്ന് ചോദിച്ചു. അയ്യോ എന്നും പറഞ്ഞു മോൾ അവിടെ കിടന്ന് വെപ്രാളം കൂട്ടുക. എടാ നീ ഇഞ്ചിഞ്ചായി മരിച്ചോണ്ടിരിക്കുവാടാ, അത് നീ അറിയുന്നുണ്ടോ എന്ന് തമ്പി സൂര്യയോട് ചോദിക്കുക. എടാ നിനക്കിനി വേണ്ടതേ ദയാവധം മാത്രമാണെന്ന് പറഞ്ഞ് തമ്പി പറയണു. കിടത്തി നരകിപ്പിക്കാതെ നിന്റെ ജീവൻ അങ്ങ് എടുക്കലാണ് ഏക വഴി. അത് ചെയ്തു തരാൻ പോലും നിനക്ക് ആരും ഇല്ലല്ലോടാ, മനസ്സിലായോടാ നിനക്കെന്ന് ചോദിക്കണം. അദ്ദേഹം ഇതൊക്കെ കേട്ട് കിടക്കുമല്ലേ. അപ്പോഴത്തേക്ക് അപർണ അച്ഛ എന്ന് പറഞ്ഞ് ഓടി വന്നു. അച്ഛൻ എന്തൊക്കെ ഈ പറയുന്നതെന്ന് അപർണ ചോദിച്ചു. ഇപ്പൊ സംസാരശേഷി കുറഞ്ഞു വരിക, പറയുന്നതൊക്കെ കേൾക്കാനും പ്രയാസം ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപർണ ഇങ്ങനെ പറയുന്നു. ഇതെല്ലാം നമ്മുടെ സൂര്യ കേൾക്കുമല്ലേ. എടി മോളെ അതൊക്കെ ഇവന്റെ ആക്ടിങ്ങാ, ഒന്നാം തരം നാടക നടനായി കിടക്കുന്നത്. ഇവന്റെ അഭിനയത്തിന്റെ മുന്നിലും ഒന്നും അല്ലെന്ന് തമ്പി ഇങ്ങനെ സൂര്യയെ പറ്റി പറയുന്നു. എൻ്റെ പൊന്നച്ഛ ആ സമയമൊക്കെ കഴിഞ്ഞു പോയി, ഇപ്പം മിണ്ടാനും കേൾക്കാനും കഴിയാത്തൊരവസ്ഥയിലാണെന്നൊക്കെ അപർണ അച്ഛനോട് പറയുമ്പം ആ നേലൊക്കെ എത്തിയോ ഇവൻ. എന്തൊരു കഷ്ടമല്ലടി മോളെ അവൻ്റെ കാര്യം. പക്ഷെ മോളെ അച്ഛന് പറയാനുള്ളത് അത് എന്താണെങ്കിലും പറഞ്ഞല്ലേ പറ്റത്തുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് മോളോട് അച്ഛൻ്റെ വകയൊരു ഡയലോഗ്. എടാ സൂര്യനാരായണ, നീ സംബന്ധം കൂടാൻ നിന്റെ മോനെയും മരുമകളെയും എൻ്റെ വീട്ടിലേക്ക് അയച്ചതേ ഞാൻ നിന്നോട് ക്ഷമിക്കുമെന്ന് കരുതിയിട്ടാണോടാ നീ എന്ന് ചോദിച്ചു. എന്നാൽ തമ്പി മനസ്സിൽ കണ്ടതേ നിന്റെ നാശം നിന്റെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാൻ വേണ്ടിയിട്ടാടാന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ട് അദ്ദേഹം ഇങ്ങനെ കിടക്കാൻ നീ മണ്ടനും വണ്ടിക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെയാടാ ഞാൻ ഇവളുടെ കല്യാണത്തിന് സമ്മതം മൂളിയത്. നിന്റെ കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താടാ? നിന്റെ ഭാര്യ പോലും നിന്റെ ഈ കിടപ്പ് കാണാൻ ഒന്ന് മുറിയിലേക്ക് വരുന്നുണ്ടാടാ.
എൻ്റെ മോള് നിന്നെയും നിന്റെ കുടുംബത്തെയും പൊളിച്ചടുക്കി കയ്യിൽ തന്നില്ലടാന്ന് ചോദിച്ചു. പിന്നെ എടാ തമ്പി ഒന്നിനു കുറിച്ച് ഇറങ്ങിയിട്ടുണ്ടെങ്കിലേ അതിൻ്റെ അന്ത്യം കണ്ടിട്ടെ തമ്പി പിന്മാറത്തുള്ളടാന്നൊക്കെ വലിയ ഡയലോഗാ. സൂര്യനാരായണനെ വീഴ്ത്തണമെന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ എൻ്റെ പൊന്നു മോളെ നീ ഇങ്ങനെ ഇവനെ അടിച്ച് വീഴ്ത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ലെന്നും പറഞ്ഞ് തമ്പി പറയുമ്പോൾ അച്ഛാ മതി പോവാ, ആരെങ്കിലും കയറി വരുമെന്ന് അപർണ. ഞാൻ ഇനിയും വരുവടാ, ഇനിയും വരും. ബാക്കി വന്ന നിന്റെ ജീവൻ കുറേശ്ശെയായിട്ട് എനിക്കിങ്ങനെ ഊറ്റി എടുക്കണം, ഞാൻ അതിന് ഇനിയും വരുവടാന്ന് പറഞ്ഞു. പിന്നെ എടാ ദേ ഇങ്ങനെയൊരു അവയവം നിനക്കുള്ളതായിട്ട് നിനക്കറിയാവോടാ എന്നൊക്കെ ചോദിച്ചാൽ കയ്യിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണിക്കാം. ഇത് നിന്റെ കൈയാ, ഉപയോഗമില്ലാത്ത കൈ. നിന്റെ കയ്യോ കാലോ എടുക്കാൻ മോഹിച്ച ഒരു കാലം എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും ആർക്ക് വേണമേടാ, ആർക്കും വേണ്ടടാ എന്നൊക്കെ പറഞ്ഞ് എടുത്തതുപോലെ തന്നെ നിലത്തേക്ക് ഇടുക. നീ ഇപ്പം ചിന്തിക്കുന്നത് എന്താണെന്നൊക്കെ എനിക്കറിയാം. നിനക്ക് മോക്ഷം തന്ന് നിന്നെ ഞാൻ അങ്ങനെ വിടത്തില്ലടാ എന്നും പറഞ്ഞ് ഇങ്ങനെ പറയുവാണേ. കണ്ടോടി മോളെ, ഇവൻ കണ്ണടച്ച് കളഞ്ഞത് നീ കണ്ടോടി മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മകളോട് പറയുന്നു അച്ഛൻ. എടാ നീ കേൾക്കണം, നീ കേൾക്ക് പ്രഭാവതിയുടെ നിയന്ത്രണം. ഇപ്പൊ തമ്പിയുടെ കയ്യിലാടാ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ പൊന്നെ സ്വന്തം കുഴി തോണ്ടിക്കൊണ്ടിരിക്കാം. അവളെ വെച്ച് ഞാൻ ഇവിടെ ഒരു ശുദ്ധികലശം നടത്തും. വേണ്ടി വന്ന തമ്പിയുടെയും ഭാര്യയുടെയും പൊറുതി ഇവിടെയാകും, ഈ അളകാപുരിയിൽ. കാണണോടാ നിനക്കൊന്ന് ചോദിച്ചു. ആ മനുഷ്യൻ ഉറങ്ങി അച്ഛൻ തൊണ്ടയിലെ വെള്ളം വറ്റിക്കാതെ വരാൻ പറഞ്ഞു. ഇത് ഇവൻ്റെ ആട്ടമാടി എന്ന് തമ്പി പറയുന്നുണ്ട്. എടാ സൂര്യധരൻ എടാ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ തലയൊക്കെ ഇട്ട് ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ മനുഷ്യൻ അതുപോലെ സഹനശക്തിയോടുകൂടി അവിടെ കിടക്കുവാണ്. അപ്പം വീണ്ടും ഞാൻ വരുവടോ കേട്ടോ എന്നും പറഞ്ഞാൽ താടക്കൊക്കെ പിടിച്ചൊരു തട്ടും തട്ടി വെച്ചാൽ അങ്ങ് പോയി. അച്ഛനും മോളും കൂടെ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം കണ്ണ് തുറന്നു. അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ പക അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിൽ അദ്ദേഹം ഇങ്ങനെ നോക്കുക ഈ തമ്പിയെയും മോളെയും. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പ്രഭാവതി അവിടെ ഇരിക്കുമ്പോൾ തമ്പി പ്രഭാവതിയുടെ അടുത്തേക്ക് വന്നു. അയ്യോ ഒരു ചിരിയൊക്കെ ചിരിച്ച് തമ്പിച്ചേട്ടനെ കണ്ടപ്പോഴത്തേനും പ്രഭാവതിയുടെ മുഖത്താണ് പൂർണ്ണ സൂര്യൻ ഉദിച്ച് നിൽക്കുന്നത് പോലത്തെ ഒരിതാണ്. അപ്പോൾ തമ്പിച്ചേട്ടൻ എപ്പോഴാണ് വന്നതെന്ന് ചോദിച്ചപ്പം അതെങ്ങനെ അറിയാനാ? മോള് പറയുന്നത് പോലെ സദാസമയവും ഏകാന്ത മാസത്തിലല്ലേ എന്ന് തമ്പി ചോദിക്കണം. ഞാൻ ഈ പറയുന്നതൊന്നും പ്രഭയുടെ തലയെ കയറാത്തത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. പ്രഭാവതി എന്നൊരു ഇങ്ങനെ കേൾക്കാനായിട്ടുള്ള ഇതിലിങ്ങനെ ഇരിക്കുക, എന്ത് കാര്യം? അപ്പം ഞാൻ സൂര്യയെ കണ്ടായിരുന്നു, മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക, ചെറിയൊരു വലി മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞ് തമ്പി ഭാര്യയോട് പറയുന്നു. അപ്പോൾ പ്രഭ എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം ഞാൻ എന്ത് മനസ്സിൽ കാണാനാണെന്നും പിന്നെ ദൈവവിധി പോലെ തന്നെയല്ലേ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് പ്രഭാവതി തമ്പിയോട് പറയുമ്പം ഈ വീട് വിട്ടിറങ്ങേണ്ട ഗതികേടിലേക്കാണ് പ്രഭ പോകുന്നതെന്നുള്ള കാര്യം മറക്കരുതെന്ന് പറഞ്ഞു. സൂര്യ മരിച്ചാൽ വീട് അഭിയുടെയും ജാനകിയുടെയും പേരിലാകുമെന്നുള്ള കാര്യം അറിയാലോ. അപ്പം അത് നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ട കാര്യമല്ലേ, എനിക്കറിയാം. പിന്നീട് എനിക്ക് ഈ വീട്ടിലുള്ള വില എന്താണെന്ന് നന്നായിട്ട് അറിയാമെന്ന് പ്രഭാവതി. എൻ്റെ ഭർത്താവും അത് കാണാൻ തന്നെയല്ലേ ആഗ്രഹിക്കുന്നത് എന്ന് പറയുമ്പോൾ ഞാനൊരു ഐഡിയ അങ്ങോട്ട് പറയട്ടെ എന്ന് തമ്പി. പ്രഭയ്ക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അളകാപുരി പ്രഭയുടെ പേരിലാകുമെന്ന് തമ്പി പറയാം. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ പ്രഭ ഇങ്ങനെ നോക്കുക. പ്രഭയുടെ മക്കൾക്ക് ഈ വീട്ടിൽ പഴയതുപോലെ ജീവിക്കാനും പറ്റും. തമ്പിച്ചേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു പ്രഭാവതിയെ. ആ സമയത്ത് അതെ, സൂര്യയുടെ മരണവും ചടങ്ങുകളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഭ അഭിയെ വിളിക്കണമെന്നും അച്ഛൻ ചെയ്ത തെറ്റുകളെ പറ്റിയൊക്കെ അവനോട് ഏറ്റു പറയണം. സൂര്യയുടെ ഭാര്യയായിട്ട് ജീവിച്ചിട്ടും ആരും അല്ലാതായി പോയതിൻ്റെ അമർഷം നടിക്കണം എന്ന് പറഞ്ഞ് തമ്പി ഉപദേശിച്ചു കൊടുക്കുക. പ്രഭയൊന്ന് തുടങ്ങി വെച്ചാൽ മാത്രം മതി, ബാക്കി അപർണ നോക്കിക്കോളൂ എന്നും പറഞ്ഞ് തമ്പി ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പം അതുകൊണ്ട് ഞാനെന്താ നേടാൻ പോകുന്നതെന്ന് പ്രഭാവതി ചോദിച്ചു. നേടാൻ പോകുന്നതല്ലേ ഉള്ളൂ, കണ്ടോളാൻ പറഞ്ഞു. അബിയെ വളർത്തി വലുതാക്കിയതിൻ്റെ കണക്കു പറഞ്ഞ് പ്രതിഫലമായിട്ട് ഈ വീട് പ്രഭയുടെ പേരിൽ എഴുതി തരാൻ താൻ ആവശ്യപ്പെടണമെന്ന് പറഞ്ഞു. അത് കേട്ട് പ്രഭാവതി അന്തം വിട്ട് നിൽക്കുക. അതിൽ യാതൊരു ദാക്ഷിണ്യം വിചാരിക്കേണ്ട കാര്യമില്ല. പ്രഭ ആവശ്യപ്പെടുന്നത് മറ്റു മക്കൾക്ക് വേണ്ടിയാണ്, പ്രഭയ്ക്ക് അത് വേണമെന്ന് പ്രഭ ഒരിക്കലും പറയരുതെന്ന് പറഞ്ഞു. അങ്ങനെ പ്രഭയുടെ പേരിലേക്ക് എഴുതി മേടിക്കണം. ഇതിന് പ്രഭയ്ക്ക് കഴിയുന്നില്ല എങ്കിൽ ജീവിതത്തിൽ പരിപൂർണമായും തോറ്റുപോയൊരു സ്ത്രീയായിട്ട് പ്രഭ മാറുമെന്നുള്ള കാര്യം ഉറപ്പാണെന്നുള്ള കാര്യം തമ്പി പറഞ്ഞു കൊടുക്കുക. അപ്പോൾ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിക്കണമെന്നും തമ്പി പറഞ്ഞു കേട്ടോ. അതിന് സമയമാവട്ടെ, നമുക്കത് ചെയ്യാമെന്ന് പറഞ്ഞ് ഇയാൾ അങ്ങ് പോയി. പ്രഭാവതി വേണ്ടി ഇരുന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ സൂര്യ മക്കളോട് ഈ കാര്യങ്ങൾ പറയാം, അഭിയോടൊക്കെ. അവൻ പറഞ്ഞത് മുഴുവൻ ഞാൻ കേട്ടിരുന്നു, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലട മോനെ. അതെ, അത് ഉടനെ തന്നെ വേണം.
ഇനി അവൻ എൻ്റെ മുന്നിൽ വരാൻ പോലും പേടിക്കണമെന്ന് പറയുമ്പോൾ അച്ഛൻ തൽക്കാലം ഒന്ന് ക്ഷമിക്കാൻ പറഞ്ഞു അഭി. വേണ്ടാന്ന് ഞാൻ പലവട്ടം കരുതിയതാണെന്നും പക്ഷേ ഇനി അതങ്ങ് വേണ്ടാന്ന് വെക്കുക, അവനായിട്ടുള്ള പണി കൊടുക്കണമെന്നും മകൻ അച്ഛനോട് പറയുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിന് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ കൂടെ വരാനോ? അച്ഛൻ എന്തീ പറയുന്നതെന്ന് ചോദിച്ചു. അതൊന്നും വേണ്ട, അത് ശരിയാവത്തില്ലെന്ന് പറയുമ്പോൾ അവൻ എന്നെയല്ലേടാ മോനെ വന്ന് വെല്ലുവിളിച്ചത്, ഞാനല്ലേ അവനോട് പ്രതികാരം ചെയ്യേണ്ടത്, ചത്തു മരവിച്ചു പോയി എന്ന് പരിഹസിച്ചിട്ട് പോയി ഈ കൈകൊണ്ട് തന്നെ വേണം അവൻ്റെ ചെകിട് നോക്കി എനിക്ക് പൊട്ടിക്കാൻ. അവൻ നിന്ന് വട്ടം കറങ്ങണമെന്ന് പറയുമ്പോൾ മകൻ ഇങ്ങനെ അന്തം വിട്ടിരിക്കുക അച്ഛൻ്റെ വാശി. അപ്പോഴേക്കും വാതിൽ ആരോ ഒന്ന് കൊട്ടി. എടാ മോനെ, അത് ആരെന്നറിയില്ല, നീ ചെന്ന് വാതിൽ ഓർക്കാൻ പറഞ്ഞു. പറഞ്ഞതുപോലെ തന്നെ അച്ഛൻ ശരിക്കും അങ്ങ് കിടന്നു. അപ്പോഴേക്കും അമർത്തി ഓടി അച്ഛൻ്റെ അടുത്തേക്ക് വരുക. അച്ഛാന്നും പറഞ്ഞു ഓടി വന്നു കേട്ടോ. അച്ഛനാണ് ഒരേ കിടപ്പ് തന്നെ അവിടെ കിടക്കുന്നത്. ഇത് കണ്ട് മകൾക്ക് സഹിക്കുന്നില്ല, മകൾ പൊട്ടി കരയുവാണ് അച്ഛൻ്റെ ഈ ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. അപ്പോൾ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല അച്ഛൻ്റെ ഈ ഒരു അവസ്ഥ ഇങ്ങനെ സീരിയസ് ആകുമെന്ന്. അപ്പോൾ അച്ഛനാണെങ്കിൽ മോളുടെ സങ്കടം കണ്ടപ്പോൾ ഒന്നും മിണ്ടാന്ന് വിചാരിച്ചു. എന്തുണ്ട് മോളെ എന്ന് അമൃതയോട് ചോദിക്കാം. ഈ ഭൂമിയിൽ നിന്ന് പോകണമെന്ന് തോന്നിയാൽ അത് ഞാൻ തന്നെ തീരുമാനിക്കണമെന്ന് അച്ഛൻ മകളോട് പറയാം. മോള് സമാധാനമായിട്ട് ഇരിക്കാൻ പറയുമ്പോൾ എൻ്റെ ഈശ്വര, അച്ഛന് നാവ് പൊന്തില്ലെന്ന് പറയാം. ആ ദുഷ്ട പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു അമൃത. അപ്പോൾ അമ്മ കാണിക്കുന്ന അവഗണനയിൽ മാത്രമേ അച്ഛന് വിഷമമുള്ളെന്ന കാര്യം അഭി അന്നേരം പറഞ്ഞു. ഞാനും ജാനകിയും അച്ഛനെ ഒന്ന് വന്ന് കാണാനുള്ള അപേക്ഷയായിട്ട് അമ്മയുടെ മുന്നിലേക്ക് ചെന്നതാ. അമ്മ അത് പരിഗണിക്കുന്നത് പോലും ഇല്ലെന്നും നീ ഒന്ന് ചെന്ന് പറഞ്ഞു നോക്കാനും അമൃതയോട് പറയാം. അപ്പോഴേക്കും ഞാൻ പറയില്ല, ഈ കുടുംബം ഈ രീതിയിലാകാൻ കാരണം അപർണ തന്നെയാണ്. എന്തിനാ അപർണയെ ഈ കുടുംബത്തിലേക്ക് മരുമകളായിട്ട് കൊണ്ടുവരാൻ പോയത്? അന്ന് ഞാൻ പറഞ്ഞതൊന്നും ആരും ചെവിക്കൊണ്ടില്ല എന്ന് പറയുമ്പോൾ ജാനകിയെ നീ കുറ്റപ്പെടുത്തരുതെന്ന് പറഞ്ഞു. അവൾ ചെയ്തത് ശരിയാണെന്ന് കാലം തെളിയിക്കുമെന്നുള്ള കാര്യം സൂര്യ പറയുവാണ്. അന്ന് അച്ഛൻ നിങ്ങളോടൊപ്പം ഉണ്ടായില്ല എന്ന് വരുമെന്ന് അദ്ദേഹം പറയുമ്പോൾ കാലം എന്ത് തെളിയിക്കാനാ അച്ഛാ? അനുഭവിക്കേണ്ടതെല്ലാം അച്ഛൻ അനുഭവിച്ചിട്ട് എന്നെങ്കിലും അപർണയ്ക്ക് പ്രായശ്ചിത്തം ഉണ്ടാകുമെന്ന് കരുതി കഴിച്ചു കൂട്ടാനാണോ എന്ന് അമൃത ചോദിക്കുക. ഒരു പക്ഷേ അന്ന് ഈ കുടുംബം തന്നെ ഉണ്ടായെന്ന് വരില്ലെന്നൊക്കെ അമൃത ഇങ്ങനെ സങ്കടപ്പെട്ട് പറഞ്ഞ് അച്ഛനെ ഇതെല്ലാം ഇതാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി.